അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് W എടുത്തിട്ട് ആ ഡബ്ല്യുവിൻ്റെ കോസെറ്റുകൾക്കിടയിൽ ഇങ്ങനെ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? യു ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസെറ്റും വി ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസെറ്റും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്? യു പ്ലസ് വി ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസെറ്റാണ്. സോ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോസെറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ വീഡിയോ നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ എന്താണ് അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതെന്ന്. ഇനി ഞാൻ ആ പ്രശ്നത്തിലേക്ക് നേരെ അങ്ങ് പോവാണ്. അപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. ഇനി ഇവിടെ വരാവുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാനങ്ങ് എഴുതാം, സപ്പോസ് there exists a vector u prime belongs to v. അതായത് നമ്മുടെ സ്പേസിൽ വിയിൽ ഒരു വെക്ടർ യു പ്രൈം ഉണ്ട് വിചാരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് ഈ യു പ്രൈമും നമ്മുടെ ഈ യുവും തമ്മിലുള്ള ഡിഫറൻസ് യു പ്രൈം മൈനസ് യു ബിലോങ്സ് ടു ഡബ്ല്യു. പോസ് ചെയ്ത് മനസ്സിലാക്കണേ. നമ്മുടെ സ്പേസിൽ വെക്ടർ യു പ്രൈം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ യു പ്രൈമും ഈ യുവും തമ്മിലുള്ള ഡിഫറൻസ് എവിടെ വരുന്നുണ്ട്? ഡബ്ല്യൂയിൽ വരുന്നുണ്ട്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യൂയിൽ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസെറ്റുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. സോ അതെനിക്ക് ഇവിടെ എഴുതാലോ. ദിസ് ഇംപ്ലൈസ് യു ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസെറ്റും യു പ്രൈം ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസെറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. നൈസ്. അതേപോലെ തന്നെ സിമിലർലി സപ്പോസ് there exists v prime belongs to v. നമ്മുടെ സ്പേസിൽ ഒരു വെക്ടർ വി പ്രൈം ഉണ്ട് വിചാരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് ആ വി പ്രൈമും നമ്മുടെ ഈ വിയും തമ്മിലുള്ള ഡിഫറൻസ് വി പ്രൈം മൈനസ് വി എവിടെ ഉണ്ട്? ഡബ്ല്യൂയിലുണ്ട് അല്ലേ. പോസ് ചെയ്ത് മനസ്സിലായിക്കോളൂ. നമ്മുടെ സ്പേസിൽ ഒരു വെക്ടർ വി പ്രൈം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ വി പ്രൈമും നമ്മുടെ വിയും തമ്മിലുള്ള ഡിഫറൻസ് ഡബ്ല്യൂയിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഈ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യൂയിൽ വരുന്നതിനെ കൊണ്ട് ഈ വെക്ടേഴ്സ് ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസെറ്റുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ അത് എനിക്ക് ഇവിടെ എഴുതാലോ. ദിസ് ഇംപ്ലൈസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഡബ്ല്യു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ യു പ്ലസ് ഡബ്ല്യുക്ക് മറ്റൊരു പേര്, മറ്റൊരു റെപ്രസെൻറ്റേഷൻ വന്നു. അതുപോലെ തന്നെ ഈ വി പ്ലസ് ഡബ്ല്യുക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷൻ വി പ്രൈം പ്ലസ് ഡബ്ല്യു വന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനിയാണ് ഇവിടെ ഒരു പ്രശ്നത്തിന് സ്കോപ്പുള്ളത്. ഞാൻ തുടങ്ങാം. പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നൊക്കെ തുടങ്ങട്ടെ. ദെൻ യു പ്ലസ് ഡബ്ല്യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈ സമ്മ്. ഇതിന് പകരം എന്ത് ചെയ്താം? യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു പ്രൈം പ്ലസ് ഡബ്ല്യു ആണ്. പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? വി പ്രൈം പ്ലസ് ഡബ്ല്യു ആണ്. നൈസ്. ഇനി ഇവിടെ ഈ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസെറ്റുകളുടെ സംബന്ധം വരിക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു യു പ്രൈം പ്ലസ് വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്നല്ലേ വരിക. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്? ഈ കോസെറ്റുകളുടെ സമ്മ് ഇതാ വേണ്ടത്. പക്ഷേ ഇങ്ങനെ പോകുമ്പം ഈ കോസെറ്റുകളുടെ സമ്മ് ഇതായിപ്പോയില്ലേ. അപ്പോൾ ഒരു പ്രശ്നം അവിടെ അല്ലേ? അല്ലേ? സമ്മ് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ അല്ലേ ഇത് സെറ്റുകൾ മാറ്റണ്ടോ? ഈ സെറ്റ് തന്നെയാണിത് അല്ലേ. പേര് മാറിയെന്നേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ പിന്നെ ഇരട്ടപ്പേര് പോലെ. ഇപ്പോൾ എനിക്ക് പിന്നെ പേര് ജലീൽ എന്നാണ്. എന്നൊക്കെ ചെറുപ്പത്തിൽ ആൾക്കാർ പല ഇരട്ടപ്പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ഉണ്ണിക്കാമ്പ്. ഉണ്ണിക്കാമ്പ് എന്ന് പറഞ്ഞാൽ വാഴൻ്റെ നടുവ് കൂടെ പോകുന്ന ആ സാധനമല്ലേ അല്ലേ. ഞാൻ എപ്പോഴും വീണ് കൈ ഒടിയുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കാമ്പ് എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ്, ഈ വ്യക്തി തന്നെയാണ്. ജലീൽ എന്ന് പറഞ്ഞാലും ഈ വ്യക്തി തന്നെയാണ്. അതേപോലത്തെ വ്യത്യാസമേ ഉള്ളൂ. യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റും യു പ്രൈം പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റും സെയിം ആണ്. ജലീലും ഉണ്ണിക്കാമ്പും സെയിം ആണെന്ന് പറഞ്ഞാൽ. സോ ഒരു വ്യത്യാസമില്ല, രണ്ട് പേരാണ് മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റും വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റും സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഇരട്ടപ്പേരാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ രണ്ട് കോസെറ്റുകൾ ഈ പേരിൽ കൂട്ടിയാലും കിട്ടേണ്ട കോസെറ്റ് സെയിം ആയിരിക്കണ്ടേ. അതായത് ഈ കോസെറ്റ് തന്നെ ആയിരിക്കണ്ടേ ഈ കോസെറ്റും. എന്നാലല്ലേ നമ്മൾ അഡീഷൻ ശരിയാവുള്ളൂ. ക്ലിയർ ആണോ? പോസിറ്റീവ് ശരിക്കാനൊക്കെ. പക്ഷേ ഇവിടെ അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നിട്ട് കിട്ടുന്ന ഈ കോസെറ്റ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ഞാൻ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്താ കാണിക്കേണ്ടിയിരുന്നത്? ഈ കോസെറ്റും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ യു പ്രൈം പ്ലസ് വി പ്രൈം എന്ന് ഈ യു പ്ലസ് വി അങ്ങ് കുറച്ചു. യു പ്രൈം പ്ലസ് വി പ്രൈം മൈനസ് യു പ്ലസ് വി. ഇതിലേക്ക് ഇങ്ങനെ ചെയ്താലോ? റെഡി അല്ലേ? ഇനി ഈ യു പ്രൈം മൈനസ് യു എവിടെ ഉണ്ട്? ഡബ്ല്യൂയിലുണ്ട്
അതേപോലെ തന്നെ വി പ്രൈം മൈനസ് വി എവിടെ ഉണ്ട്? ഡബ്ല്യൂലുണ്ട്. ഇനി ഡബ്ല്യു ഒരു സബ് സ്പേസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമ്മും എവിടെ ഉണ്ടാവും? ഡബ്ല്യൂലുണ്ടാവും. നൈസ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ യു പ്രൈം പ്ലസ് വി പ്രൈം എന്ന് പറഞ്ഞ വെക്ടറിൻ്റെയും യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെയും ഈ രണ്ട് വെക്ടേഴ്സ് ഏതാണ്? ഒരു വെക്ടർ യു പ്രൈം പ്ലസ് വി പ്രൈം, രണ്ടാമത്തെ വെക്ടർ ഏതാണ്? യു പ്ലസ് വി. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യൂയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ വെക്ടേഴ്സ് ഉപയോഗിച്ച് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന കോസറ്റുകളും സെയിം ആയിരിക്കും. അതായത് ഈ വെക്ടർ ഉപയോഗിച്ച് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന കോസറ്റ് ഏതാണ്? യു പ്രൈം പ്ലസ് വി പ്രൈം പ്ലസ് ഡബ്ല്യു. അതേപോലെ തന്നെ ഈ വെക്ടർ ഉപയോഗിച്ച് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന കോസറ്റ് ഏതാണ്? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ഈ രണ്ട് കോസറ്റുകളും സെയിം ആയിരിക്കില്ലേ? കാരണം എന്താ? ഈ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യൂയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പം ഈ കോസറ്റും ഈക്വലാണ് കിട്ടി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ? ഇതിൻ്റെ ഇരട്ടപ്പേരുകൾ വെച്ചിട്ട് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ കോസറ്റ് ഇതാണ്. പക്ഷേ ഈ കോസറ്റ് ഒരു ഡിഫറെൻറ്റ് കോസറ്റ് അല്ല, അത് ഇതേ കോസറ്റിൻ്റെ ഇരട്ടപ്പേരാണ് കിട്ടി. സോ ദിസ് അഡീഷൻ ഹാസ് നോ പ്രോബ്ലം, ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഡൗട്ടുകൾ ഇനിയും ഉണ്ടാവാം, ചോദിക്കുക കേട്ടോ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ തരാം, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യൂവിൽ ഒരു നല്ല അഡീഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ലക്ഷ്യം എന്താണ്? ഈ കോസറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ, ഒരു സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ നാച്ചുറലി കൊണ്ടുവന്നിട്ട് കോസറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വെക്ടർ സ്പേസ് ഉണ്ടാക്കും. അതിനെ നമ്മൾ കോഷ്യൻ സ്പേസ് എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നോണം അതിൻ്റെ അകത്ത് നല്ലൊരു അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യേണ്ടേ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.